ദേവദൂതൻ സിനിമ നിങ്ങൾക്കറിയാം. ഈ സിനിമ മോഹൻലാലിൻ്റെ ഏറ്റവും ഖ്യാതി നേടിയ ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നു പോയ ഒരു ചിത്രമാണ് സിയാദ് കോക്കറിൻ്റെ സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ. സിബി മലയിൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരുപാട് വേദനകളും ഈവൻ ഡിപ്രഷൻ വരെ അനുഭവിച്ച സിനിമയായിരുന്നു ദേവദൂതൻ എന്ന് അദ്ദേഹം ഇന്ന് മലയാള മനോരമയുടെ വീക്കെൻഡ് പേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന സിനിമ, ആ സിനിമ 8 നിലയിലോ 16 നിലയിലോ പൊട്ടി വീണ ചിത്രം കണ്ടപ്പോൾ താങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് സിബി മലയിൽ പറയുന്നത്. മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ കൊടുത്ത സിയാദ് കോക്കറിന് അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും വലിയ തകർച്ചയായിരുന്നു ഈ സിനിമ ഉണ്ടാക്കിയത്. എന്നാൽ ഇതേ സിനിമ 24 കൊല്ലത്തിന് ശേഷം തിയേറ്ററുകളിൽ പുതിയ സാങ്കേതിക സാധ്യതകളോടെ റിലീസായി. ഇത് ദേവദൂതനെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഒരു തരംഗമാകുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ സിയാദ് കോക്കറിനും സിബി മലയിലിനും വലിയ സന്തോഷകരമായ കാര്യമാണ്. ഒരു കാലത്ത് പൊട്ടിത്തകർന്നു പോയ ഒരു സിനിമ ഇത്രയും കാലം കഴിഞ്ഞ് പ്രേക്ഷകർ ഏറ്റെടുക്കുക, അത് തിയേറ്ററുകളിൽ നിറഞ്ഞോടുക, സൂപ്പർ ഹിറ്റാവുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. മണിച്ചിത്രത്താഴമൊക്കെ ഇതിൻ്റെ പിന്നാലെ റിലീസിന് ഒരുങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ദേവദൂതൻ എന്ന ഈ സിനിമയുടെ 2ാം വരവിൽ ഈ വൻ സ്വീകാര്യത നേടാൻ കാര്യം എന്താണ്? കാലം മാറി എന്നുള്ളതാണ്. സിനിമയുടെ വ്യാകരണം മാറുന്നതിൻ്റെ ആണോ എന്നറിയില്ല. പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നു, വളരെ സന്തോഷം. മാത്രമല്ല, ഈ ചിത്രത്തിലെ പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്ത് അവതരിപ്പിച്ച വിദ്യാസാഗറായിരുന്നു. വിദ്യാസാഗറിന് കൊച്ചിയിൽ ആരാധകർ നല്ല സ്വീകരണം കൊടുത്തു. എത്ര കേട്ടാലും മതിവരാത്ത വിദ്യാസാഗർ മാജിക്. തലമുറകൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഗാനങ്ങളാൽ അനുഗ്രഹീതമാണ് ദേവദൂതൻ. ചിത്രം റിലീസ് ചെയ്തപ്പോൾ വിദ്യാസാഗറിന് സംഗീത വിരുന്നൊരുക്കിയത് കോഴിക്കോട്ടെ ഗായകരുടെ കൂട്ടായ്മ. കൊച്ചി ഇടപ്പള്ളി വനിതാ വിനീത തിയേറ്റർ ആയിരുന്നു വേദി. എൻ്റെ പാട്ടുകളെ തന്നെ എനിക്ക് ഒരു ട്രിബ്യൂട്ടാക്കി ഇവിടെ സമർപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് കാണാൻ പറ്റിയതിലും സന്തോഷം, അത് കേൾക്കാൻ പറ്റിയതിലും സന്തോഷം, അവരെയൊക്കെ കണ്ടുമുട്ടിയതിലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഐ വിഷ് ദം എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. ഗോഡ് ബ്ലെസ് ദം ഓൾ. ഇത് സംഗീത സാമ്രാട്ടിനുള്ള ഗുരുദക്ഷിണ ഗായകർ. ഇത് കാലങ്ങളെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സംഗീതം കേട്ട് വളർന്ന് അതിൽ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിന് ഇങ്ങനെ അല്ലാതെ വേറെ ട്രിബ്യൂട്ട് നമുക്ക് കൊടുക്കാനില്ല. വി ആർ സോ ഗ്ലാഡ്, വി ആർ സോ ഹാപ്പി, വി ആർ സ്റ്റിൽ ഡ്രീമിങ്. നമ്മളിങ്ങനെ ടി വിയിൽ കാണുക, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പഠിക്കുക, നമ്മൾ അതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. വർഷങ്ങൾക്ക് ശേഷവും ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യതയിൽ സന്തോഷമെന്ന് നിർമ്മാതാവ് സിയാദ് കോക്കർ. എനിക്ക് ഈ സോങ്ങിനെ പറ്റി പറയാനുള്ളത്, എന്തൊരു മഹാനുഭാവലു. അത് വിദ്യാജിയെ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്തുണ്ടാക്കിയ ഒരു സോങ്ങാണ് ഗീത കീർത്തനം. ഇതിൻ്റെ അർത്ഥം തന്നെ എല്ലാ സർവ്വസ്തുതികളും ജഗദീശ്വരനോട് പറഞ്ഞുകൊണ്ടുള്ള ഒരു കീർത്തനമാണ്. അപ്പം ഞങ്ങൾക്ക് ആ കീർത്തനത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ കിട്ടി. 50 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷക ശ്രദ്ധയാർജിച്ചതിനെ തുടർന്ന് 100 തിയേറ്ററുകൾ കൂടി പ്രദർശിപ്പിക്കും. 24 കൊച്ചി. ഒരു സമയത്ത് തൻ്റെ ഖജനാവ് മൊത്തം കാലിയാക്കിച്ച ഈ സിനിമ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ സിയാദ് കോക്കറിന് ഒരു അനുഗ്രഹമാകട്ടെ എന്നാണ് നമ്മുടെ ആശംസ. മാത്രമല്ല, പല വിമർശകരും ഈ സിനിമയെ ഒരു കാലത്ത് എഴുതിത്തള്ളിയൊന്നും ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ അറിയാം. ഒരു കാലം തിരിഞ്ഞു നടക്കുമ്പോൾ ഈ ചിത്രം അദ്ദേഹത്തിനും ആവേശമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാര്യം കോക്കറിൻ്റെ കാര്യത്തിൽ എനിക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, സിനിമയെ സ്നേഹിച്ച ഒരു നിർമ്മാതാവായിരുന്നു അദ്ദേഹം. സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് മുഴുവൻ. എന്നാലും സിനിമ അദ്ദേഹത്തിന് നൽകിയ സാമ്പത്തിക പ്രാരാബ്ദങ്ങളും ദുഃഖവും വളരെ വളരെ കൂടുതലാണ്. കാര്യം ഈ മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കടങ്ങളെല്ലാം തന്നെ സിനിമയിൽ നിന്ന് മാത്രം വന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ സിനിമ മറ്റൊരു ജന്മം നൽകും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കട്ടെ.